ട്രയൽ ബാലൻസ് എന്താണെന്നും എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഒരു ട്രയൽ ബാലൻസ് നമ്മൾ അക്കൗണ്ട് ബാലൻസുകൾ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തു. ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് വർക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ, എറേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. The main objective behind preparing the trial balance is to check the arithmetical accuracy of account works we had already done in the books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തിയ ജേണൽ എൻട്രീസിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ, ലെഡ്ജർ പോസ്റ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ ലെഡ്ജർ അക്കൗണ്ടുകളെ നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എറേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്കുകൾ പലതരത്തിലുള്ള എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് നോക്കാം. An accounting error is an error in an accounting entry that was not intentional. മനഃപൂർവ്വമല്ലാതെ ഒരു അക്കൗണ്ടിങ് എൻട്രിയിൽ വന്നേക്കാവുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ അക്കൗണ്ടിങ് എറർ എന്ന് പറയുന്നത്. എറർ മീൻസ് മിസ്റ്റേക്ക്. നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്കുകളിൽ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു അക്കൗണ്ടൻറ്റ് പരമാവധി എല്ലാതരം മിസ്റ്റേക്കുകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യേണ്ടത്. എന്നാൽ പോലും പലപ്പോഴും അക്കൗണ്ടിങ് നോളേജിലുള്ള കുറവ് മൂലമോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഒക്കെ ഒരു അക്കൗണ്ടിങ് എൻട്രി പാസ് ചെയ്യുമ്പോൾ, അക്കൗണ്ടിങ് എൻട്രി ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ വന്നേക്കാവുന്ന മനഃപൂർവ്വമല്ലാത്ത ആ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അക്കൗണ്ടിങ്ങിൽ ഉണ്ടായേക്കാവുന്ന എറേഴ്സിനെ, മിസ്റ്റേക്കുകളെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് എറേഴ്സ്, ഓൾ ദ എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് 4 കാറ്റഗറീസ്. അക്കൗണ്ടിങ്ങിൽ വന്നേക്കാവുന്ന എറേഴ്സിനെ, ആ എറേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എറേഴ്സ് ഓഫ് കമ്മീഷൻ, 2 എറേഴ്സ് ഓഫ് ഒമിഷൻ, 3 എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, 4 കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അക്കൗണ്ടിങ്ങിൽ വരാവുന്ന എറേഴ്സിനെ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ആ എറേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. നമുക്ക് ഈ 4 എറേഴ്സും എന്താണെന്ന് പ്രത്യേകമായിട്ട് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ദീസ് ആർ എറേഴ്സ് വിച്ച് ആർ കമ്മിറ്റഡ് ഡ്യൂ ടു റോങ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, റോങ് ടോട്ടലിംഗ് ഓർ റോങ് ബാലൻസിംഗ് ഓഫ് ദ അക്കൗണ്ട്സ്, റോങ് ടോട്ടലിംഗ് ഓഫ് സബ്സിഡിയറി ബുക്സ് ഓർ റോങ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട് in the books of original entry. These errors are clerical in nature, so we can say that these are clerical errors. Errors of commission എന്ന് പറഞ്ഞാൽ wrong posting of transaction. ഒരു അക്കൗണ്ടിലേക്ക് നമ്മളൊരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്ത സമയത്ത് ഒന്നുകിൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഒരു എമൗണ്ട് ബൈ മിസ്റ്റേക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ വരുന്ന എറേഴ്സ് മാനുവൽ എററാണ്, അക്കൗണ്ടിങ് സ്റ്റാഫിന് വരുന്ന എററാണ്. ഈ എറേഴ്സിന് നമുക്ക് എന്ത് പറയാം? എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയാം. അതുപോലെ റോങ് ടോട്ടലിംഗ് ഓർ റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോഴോ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴോ വരുന്ന എററുകൾ. അതുപോലെ റോങ് ടോട്ടലിംഗ് ഓഫ് സബ്സിഡിയറി ബുക്സ്. നമ്മളൊരു പർച്ചേസസ് ഡേ ബുക്കിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. സോ പർച്ചേസസ് ബുക്കിനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് തെറ്റായ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൽ ഒരു എറർ വരുന്നു. ആ എറർ ഓഫ് കമ്മീഷൻ എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അതുപോലെ
റോങ് റെക്കോർഡിംഗ് ഓഫ് എമൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ജേണലിലോ തെറ്റായ എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എറർ ഓഫ് കമ്മീഷൻ. ഈ എററുകൾ അക്കൗണ്ടിങ് സ്റ്റാഫിന് വരുന്ന പിഴവുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എറേഴ്സിനെ നമ്മൾ ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് പെയ്ഡ് ടു അനിൽ ട്രേഡേഴ്സ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ക്യാഷ് ബുക്ക് കറക്റ്റ്ലി ബട്ട് ക്രെഡിറ്റഡ് ടു അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ₹5,000. അനിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് 5,000 രൂപ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ ക്യാഷ് ബുക്കിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി. അനിൽ ട്രേഡേഴ്സിന് 5,000 രൂപ കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ, ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ അനിൽ ട്രേഡേഴ്സ് ബൈ അനിൽ ട്രേഡേഴ്സ് എന്ന് എഴുതി ക്യാഷ് കോളത്തിൽ 5,000 രൂപ എഴുതും. അത് കറക്റ്റായി രേഖപ്പെടുത്തി. അതേസമയം അനിൽ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? 5,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. അനിൽ ട്രേഡേഴ്സിന് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ജേണൽ എൻട്രി എന്താണ്? അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അഥവാ അനിൽ ട്രേഡേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ അഥവാ ക്യാഷ് ബുക്കിൽ കറക്റ്റായി രേഖപ്പെടുത്തി. അതേസമയം അനിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അനിൽ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഇതിൽ ക്യാഷ് ബുക്കിൽ കറക്റ്റായി രേഖപ്പെടുത്തി, അതേസമയം അനിൽ ട്രേഡേഴ്സിൽ തെറ്റായും രേഖപ്പെടുത്തി. ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. അതുപോലെ മറ്റ് എറേഴ്സ് നമ്മൾ നോക്കി. റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ്, റോങ് എൻട്രി ഓഫ് ആൻ എമൗണ്ട്, എറ്റ്സെട്ര. യൂഷ്വലി എറേഴ്സ് ഓഫ് കമ്മീഷൻ വിൽ എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. സാധാരണഗതിയിൽ എറേഴ്സ് ഓഫ് കമ്മീഷൻ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ആ ഒരു തുല്യതയെ ബാധിക്കുന്ന ഇനമാണ്. അഥവാ ഒരു എറേഴ്സ് ഓഫ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആവുന്നതല്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് എറർ ആണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. ഇഫ് എ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ദ ബുക്സ് എയ്തർ in books of original entry or in ledger, it is called errors of omission. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷനെ ഏതെങ്കിലും ഒരു ജേണലിലോ സ്പെഷ്യൽ ജേണലിലോ അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിങ്ങിലോ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അത്തരം എറേഴ്സിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് ഒമിഷൻ മേ ബി എയ്തർ എ കംപ്ലീറ്റ് ഒമിഷൻ ഓർ ബി പാർഷ്യൽ ഒമിഷൻ. കംപ്ലീറ്റ് ഒമിഷൻ മീൻസ് പൂർണ്ണമായി വിട്ടുപോവുക. പാർഷ്യൽ ഒമിഷൻ മീൻസ് പകുതിയായി, അല്ലേ, കുറച്ച് ഭാഗം, ഒരു ഭാഗം മാത്രം വിട്ടുപോവുക. ഒരു ട്രാൻസാക്ഷന് 2 എഫക്റ്റ് ഉണ്ടാവും. ഒരു ഡെബിറ്റ് എഫക്റ്റും ഒരു ക്രെഡിറ്റ് എഫക്റ്റും. അതിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റിനെ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയും. ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായി വിട്ടുപോവുകയാണെങ്കിൽ അതിനെ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എറർ ഓഫ് ഒമിഷൻ മീൻസ് ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വിട്ടുപോവുക. അത് 2 രീതിയിലാവാം. കംപ്ലീറ്റ് ഒമിഷൻ ആവാം, അതുപോലെ പാർഷ്യൽ ഒമിഷൻ ആവാം. When a transaction is completely omitted from recording in the books of original record, it is an error of complete omission. For example, credit sales to Mohan ₹10,000 not entered in the sales book. ഒരു എക്സാമ്പിൾ എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ്റെ എക്സാമ്പിൾ ആണ് ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹10,000 നോട്ട് എൻറ്റേഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ മോഹൻ എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്കുള്ള ക്രെഡിറ്റ് സെയിൽസിനെ നമ്മൾ സെയിൽസ് ഡേ ബുക്കിൽ അഥവാ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കംപ്ലീറ്റ് ഒമിഷൻ. ദെൻ വെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് പാർട്ട്ലി ഒമിറ്റഡ് ഫ്രം ദ ബുക്സ്, it is an error of partial omission. If in the above example credit sale have been duly recorded in the sales book but the posting from sales book to Mohan account has not been made, it would be an error of partial omission. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ ₹10,000 സെയിൽസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തി, പക്ഷേ മോഹൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി, അഥവാ ഒരു എഫക്റ്റിനെ നമ്മൾ രേഖപ്പെടുത്തിയില്ല. It is an example for partial omission. Then errors of partial omission will affect the agreement of trial balance. Errors of partial omission എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിനെ ബാധിക്കും. ട്രയൽ ബാലൻസ് ടാലി ആവില്ല.
അതേസമയം കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ട് വിട്ടുപോവുകയാണെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസിലൂടെ അത് കണ്ടെത്താൻ കഴിയില്ല. ആ കേസിൽ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. ദെൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? വെൻ എനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ഈസ് വയലേറ്റഡ് while recording a business transaction, the error is called error of principle. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കുറേ പ്രിൻസിപ്പിൾസ്, അതുപോലെ പ്രാക്ടീസസ്, പോളിസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ ലംഘിച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തു പറയും? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ആൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ മേ ഒക്കർ ഡ്യൂ ടു ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ or receipt between capital and revenue. സാധാരണഗതിയിൽ ഈ പ്രിൻസിപ്പൽ എറർ സംഭവിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കൃത്യമായ ക്ലാസിഫിക്കേഷൻ അറിയാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷ് റിസീപ്റ്റുകളെ അതിൻ്റെ റവന്യൂ നാച്ചറും ക്യാപിറ്റൽ നാച്ചറും പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നതിൽ അക്കൗണ്ടൻറ്റ് പരാജയപ്പെട്ടത് കൊണ്ടാവാം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ബിൽഡിംഗ് വർത്ത് റുപ്പീസ് 10 lakh is debited to purchases account. 10 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് വാങ്ങി. നമുക്കറിയാം ജേണൽ എൻട്രി എന്താണ്? ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അതിന് പകരം പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് ₹10 lakh. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ബിൽഡിംഗ് അക്കൗണ്ടാണ്, അതിന് പകരം പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇവിടുത്തെ കറക്റ്റ് എൻട്രി എന്താണ്? ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആണ് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് കറക്റ്റ് അല്ല, എറർ വന്നു. ഈ ടൈപ്പ് എററിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? ബിൽഡിംഗ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ബിൽഡിംഗ് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ ബൈ മിസ്റ്റേക്ക് പാസ് ചെയ്തതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഡു നോട്ട് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആയി കഴിഞ്ഞാൽ എറർ ഒന്നുമില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ എറർ ഓഫ് പ്രിൻസിപ്പിൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിലൂടെ അത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടാലി ആയിരിക്കും. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി എഴുതി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് വന്നു, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റും വന്നു. 10 ലക്ഷം രൂപ വീതം, അഥവാ 10 ലക്ഷം രൂപയുടെ ഡെബിറ്റ് ബാലൻസും 10 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ബാലൻസും വന്നു. ബിൽഡിംഗ് അക്കൗണ്ടിന് പകരം പർച്ചേസ് അക്കൗണ്ട് എന്നാണ് എഴുതിയത്. പക്ഷേ ട്രയൽ ബാലൻസ് 2 കോളത്തിലും എമൗണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് ഇവിടെ ടാലി ആയിരിക്കും. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ഡു നോട്ട് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ദെൻ ഫോർത്ത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എന്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്? ഇഫ് ദ എഫക്റ്റ് ഓഫ് വൺ എറർ ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ ദ എഫക്റ്റ് ഓഫ് സം അതർ എറർ, സച്ച് എറേഴ്സ് ആർ കാൾഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എറർ സംഭവിച്ചു. ആ എറർ മറ്റൊരു എറർ കൊണ്ട്, മറ്റൊരു തെറ്റ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം എറേഴ്സിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈൽ പോസ്റ്റിംഗ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് അനിൽസ് അക്കൗണ്ട് ₹50 ആർ പോസ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ₹500. അനിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, 500 രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം 50 രൂപ ഡെബിറ്റ് ചെയ്തു. അതേസമയം മറ്റൊരു ഭാഗത്ത് വൈൽ പോസ്റ്റിംഗ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് സുനിൽസ് അക്കൗണ്ട് ₹500 ആർ പോസ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ₹50. സുനിലിൻ്റെ അക്കൗണ്ട് 50 രൂപ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം 500 രൂപ പോസ്റ്റ് ചെയ്തു ഡെബിറ്റ് സൈഡിൽ. അനിലിൻ്റെ അക്കൗണ്ടിൽ 450 രൂപ കുറച്ച് പോസ്റ്റ് ചെയ്തു, സുനിലിൻ്റെ അക്കൗണ്ടിൽ 450 രൂപ കൂടുതൽ പോസ്റ്റ് ചെയ്തു. These two errors will neutralize or compensate the effect each other. ഈ 2 ഭാഗത്ത് സംഭവിച്ച 2 അക്കൗണ്ടിൽ വന്ന 2 വ്യത്യസ്ത എററുകൾ കൊണ്ട് ആ 2 എററുകളും ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ, അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വിൽ നോട്ട് എഫക്റ്റ് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നമുക്ക് ട്രയൽ ബാലൻസിൽ അത് കണ്ടെത്താൻ കഴിയില്ല. ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. എങ്ങനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് നോക്കാം. അനിലിൻ്റെ അക്കൗണ്ട് തെറ്റായിട്ട് നമ്മൾ 50 രൂപ ഡെബിറ്റ് ചെയ്തു. അവിടെ യഥാർത്ഥത്തിൽ 500 രൂപയായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ സംഭവിച്ചത് 450 രൂപ കുറഞ്ഞു പോയി, ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ബാലൻസിൽ 450 രൂപ കുറവ് വരും ഒരു ട്രയൽ ബാലൻസിൻ്റെ. പക്ഷേ മറ്റൊരു അക്കൗണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ക്യാഷ് അക്കൗണ്ട് സുനിലിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, 500 രൂപ പോസ്റ്റ് ചെയ്തു. അവിടെ യഥാർത്ഥത്തിൽ 50 രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതുള്ളൂ. അവിടെ 450 രൂപ കൂടിപ്പോയി. അഥവാ അനിലിൻ്റെ അക്കൗണ്ടിൽ വന്ന 450 കുറവ് ഡെബിറ്റ് ബാലൻസ് സുനിലിൻ്റെ അക്കൗണ്ട് 450 രൂപ കൂടുതലായി വന്നതുകൊണ്ട് ഈ 450 രൂപയുടെ അനിലിൻ്റെ അക്കൗണ്ടിലെ കുറവ് സുനിലിൻ്റെ അക്കൗണ്ടിൽ 450 രൂപ ഡെബിറ്റ് കൂടുതൽ വന്നു. നെറ്റ് എഫക്റ്റ് എന്താ? ആ 450 രൂപയുടെ മിസ്റ്റേക്ക് രണ്ട് ഭാഗത്തും ന്യൂട്രലായി പോയി. ദിസ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ കോൾഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ അറിയാതെ പല മിസ്റ്റേക്കുകളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനെ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ നമ്മൾ ട്രയൽ ബാലൻസ് ടാലി ആവാത്ത സാഹചര്യം ഉണ്ടാക്കും. എറേഴ്സ് ഓഫ് ഒമിഷൻ, അതിൽ കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ അഗ്രിമെൻറ്റിനെ ബാധിക്കും. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ നമുക്ക് ട്രയൽ ബാലൻസിലൂടെ കണ്ടെത്താൻ കഴിയില്ല, ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. കോമ്പൻസേറ്റിംഗ് എറേഴ്സും നമുക്ക് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത തരം എററാണ്. ഓക്കെ.